കൊച്ചിൻ ഹീറോസ് മ്യൂസിക് ഡാൻസ് അക്കാദമി ടിവി ചാനലിലൂടെ പ്രശസ്തരായ കലാകാരന്മാർ അണിനിരക്കുന്ന ഓർക്കസ്ട്ര, മിമിക്, ഡാൻസ് ആൻഡ് മെഗാ ഷോ. കൊച്ചിൻ ഹീറോസ് മ്യൂസിക് ഡാൻസ് അക്കാദമി, നിയർ തിരുവമ്പാടി ടെമ്പിൾ, ഷൊർണൂർ റോഡ്, തൃശൂർ. എല്ലാ ജീവൻ ടി വി പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. ഈ നവംബർ 21-ാം തീയതിക്ക് കൊച്ചിൻ ഹീറോസ് തുടങ്ങിയിട്ട് 9 വർഷമായി. ഇത് തുടങ്ങാനുള്ള കാരണം ഈ തൃശ്ശൂരുണ്ടായിരുന്ന എൻ്റെ ഒപ്പമുണ്ടായിരുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവർ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട്, അത് പ്രത്യേകിച്ച് എറണാകുളം അങ്ങനെയുള്ള ഡിസ്ട്രിക്റ്റുകളിൽ പോയിട്ടാണ് പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്നത്. അവർക്ക് ഇവിടെ തന്നെ ഒരു ട്രൂപ്പ് തുടങ്ങിയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹവും കൊണ്ട് ഞാൻ ആരംഭിച്ചാണ് ഈ മിമിക്സും ഗാനമേളയും കൂടി മിക്സ് ചെയ്തിട്ടൊരു പ്രോഗ്രാം. പക്ഷേ ആദ്യകാലത്തൊന്നും അത്ര പ്രോഗ്രാം ഉണ്ടായില്ല. പിന്നെ ക്വാളിറ്റിയുള്ള ആർട്ടിസ്റ്റുകളായതുകൊണ്ട് പ്രോഗ്രാം കൂടുകയും ഇവർക്ക് പിന്നെ ഇടദിവസങ്ങളിലും അല്ല പ്രോഗ്രാം സമയം കഴിച്ച് ഒരുപാട് സമയം അവർക്ക് ഫ്രീ ഉണ്ട്. അവർക്ക് വേറെ പ്രൊഫഷൻ ഇല്ലാത്തതുകൊണ്ട് ആ ആർട്ടിസ്റ്റുകളെ വെച്ചുകൊണ്ടാണ് പിന്നീട് ഞാൻ 2 കൊല്ലത്തിന് ശേഷം ഇങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് കൊടുത്തത്. മറ്റുള്ള കുട്ടികൾക്ക് നമ്മളിലുള്ള അറിവ് പകർന്നു കൊടുത്ത് അവരും കൂടി ഡെവലപ്പ് ചെയ്യുക, നല്ല ലെവലിൽ ഡെവലപ്പ് ചെയ്യുക. ഇവർക്കാണെങ്കിൽ നല്ല കഴിവുള്ള ആർട്ടിസ്റ്റുകളാണ്. അങ്ങനെയാണ് ഈ കൊച്ചിൻ ഹീറോസ് സ്ഥാപനം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് മ്യൂസിക് ആൻഡ് ഡാൻസ് അക്കാദമി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വളർത്തിക്കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഈ ആശയമായിട്ട് ഫസ്റ്റിൽ വന്നപ്പോൾ ഈ ആശയം ഷെയർ ചെയ്തിരുന്നത് ഫാദർ അഗസ്റ്റിൻ അക്കരേച്ച് എന്നൊരു മ്യൂസിക് ഡയറക്ടറോടാണ്. പുള്ളി എൻ്റെ ആശയം വളരെയധികം 2 കൈ സ്വീകരിക്കും, ഇതിൻ്റെ പാറ്റേൺ അവൻ സമ്മതിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ പ്രശസ്ത മ്യൂസിക് ഡയറക്ടറായിരുന്ന വിദ്യാരമാഷാണ് ഇവിടുത്തെ മ്യൂസിക്കിൻ്റെ ഹെഡായിട്ട് നമുക്ക് ഒരുപാട് ഉപദേശങ്ങളും കാര്യങ്ങളും നൽകിക്കൊണ്ടിരുന്നത്. സ്റ്റേജ് ഷോസിൽ പ്രൊഫഷണലായിട്ട് പോകുന്ന ആർട്ടിസ്റ്റുകളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ചാക്കോ മാഷ്, അതായത് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ജോൺസൺ ചേട്ടൻ അനിയൻ, പ്രശസ്ത വയലിനിസ്റ്റാണ്. പുള്ളി ഒരുപാട് ഫിലിമിലൊക്കെ ഇപ്പോഴും അപ് ടു ഡേറ്റ് വായിച്ചുകൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റാണ്. അതുകൊണ്ട് ഇപ്പോൾ അപ് ടു ഡേറ്റ് നോട്ടുകളും അങ്ങനെ അപ് ടു ഡേറ്റ് വയലിനെ കുറിച്ച് അറിവുകളും കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ ആ മാഷെ കൊണ്ട് കഴിയും. അതുപോലെ ഹരിമാഷ്, മൃദംഗം, അതുപോലെ അങ്ങനെ കുറേ എല്ലാ ആർട്ടിസ്റ്റുകളും ഒരുതും പ്രൊഫഷണൽ പ്ലാൻ ബാക്കിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ ആർട്ടിസ്റ്റുകളുടെ പ്രോഗ്രാമിന് വായിച്ചുകൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ. കാരണം ഞങ്ങൾ അങ്ങനത്തെ പ്രോഗ്രാം ചെയ്യുന്ന ഒരു ഗ്രൂപ്പായതുകൊണ്ട് ആ ആർട്ടിസ്റ്റുകളാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അധികം. അതുകൊണ്ട് അതുപോലെ കലാമണ്ഡലം, കവിത, അങ്ങനെ ഡാൻസിൻ്റെ ക്ലാസിക്കൽ സെക്ഷൻ, അതുപോലെ തന്നെ മറ്റേ മ്യൂസിക് സെക്ഷനിൽ വിദ്യാരമാഷ കീഴിലാണ് അപ്പോൾ മ്യൂസിക്കിൻ്റെ നോക്കുന്നത്. അങ്ങനെ എല്ലാ ലെവലിലും ഹൈ ലെവലിലുള്ള ആൾക്കാരെ കൊടുക്കുക. എന്നാൽ അവർക്ക് പ്രൊഫഷണലായിട്ടല്ലെങ്കിലും ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന അവസ്ഥയിൽ സ്റ്റേജുകളിൽ പെർഫോം ചെയ്തുള്ള ഒരു ഗുണം ഉണ്ടാക്കി കൊടുക്കുക. അതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്.
ഒരുപാട് വയസ്സായിട്ടുള്ള ചെറുപ്പക്കാർ മാത്രമല്ല വയസ്സായിട്ടുള്ള ഒരു 45, 50, 60 വയസ്സായിട്ടുള്ള അന്ന് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് അന്ന് ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ പഠിക്കാനുള്ള ആഗ്രഹമായിട്ട് ഞങ്ങളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യാറുണ്ട്. അവർക്കൊക്കെ ഞങ്ങൾ ഡേ ടൈമിൽ അല്ലാണ്ട് നൈറ്റുകളിലും അവർ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടൊക്കെ ഞങ്ങൾ സ്പെഷ്യൽ ക്ലാസ്സുകൾ എടുത്ത് അവരെ കൊടുക്കാറുണ്ട്. അതിന് പ്രത്യേകിച്ച് ഞങ്ങൾ റെമ്യൂണറേഷൻ ഒന്നും മേടിക്കാറില്ല. പിന്നെ കുട്ടികളെ കായികപരമായിട്ട് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കരാട്ട എന്ന് പറഞ്ഞൊരു സെക്ഷൻ തന്നെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മ്യൂസിക്കൽ ആരോബിക്സ് ഇവിടെ തൃശ്ശൂർ നന്നായി നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഒരുപാട് ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അങ്ങനെ പ്രൊഫഷണൽസ് ഈ ആരോബിക്സിൻ്റെ ക്ലാസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് അധികം നടത്തുന്ന ഏർലി മോർണിംഗിലും പിന്നെ നൈറ്റുമാണ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 60-65ഓളം പേര് ആ ഐറ്റത്തിൽ ലേഡീസും ജെൻസുമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് 3 മാസം കഴിഞ്ഞ് ഏകദേശം അവർക്ക് അവരുടെ ആരോഗ്യത്തിന് വളരെ ഗുണം കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ വീട്ടിൽ പോയിട്ട് അവർക്ക് ചെയ്യാം. 3 മാസത്തെ ഒരു പാക്കേജ് പോലെയാണ് ഞങ്ങളത് കൊടുക്കുന്നത്. ആ കോഴ്സ് ഞങ്ങളത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന കുട്ടികളിൽ നിന്ന് നമ്മൾ ഇതുവരെ ഈ 9 കൊല്ലത്തിനിടയ്ക്ക് ഞങ്ങൾ വന്നിരുന്ന പല കുട്ടികളും പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ 470 കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിലും ഏകദേശം ഇവിടെ നിന്ന് ഒരു 1000-ലും എബവ് കുട്ടികളോട് പഠിച്ചു പോയിട്ടുണ്ട്. പഠിച്ചു പോകുന്ന മ്യൂസിക്കും അതൊന്നും ഒരിക്കലും എൻഡിൽ എത്ര വേണേലും പഠിക്കാം. പക്ഷേ അവരുടേതായിട്ടുള്ള ചില പരിമിതികളനുസരിച്ച് അവർക്ക് പല കാര്യങ്ങളും ഉള്ളതുകൊണ്ട് പ്രൊഫഷണലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർ അവസാനിപ്പിച്ച് പോയിട്ടുണ്ട്. അങ്ങനെയുള്ള കുട്ടികളും ഇവിടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിലൊക്കെ ഞങ്ങൾ മൊത്തത്തിൽ ഈ ഗാർഡിയൻസിനോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പണ്ട് കാലത്ത് പറയും മറ്റുള്ള കാലേക്കൊന്നും പോയി കഴിഞ്ഞാൽ സ്കൂളിൽ പഠിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അതിനൊന്നും പോകണ്ടെന്ന് പറഞ്ഞിരുന്ന കാലമൊക്കെ മാറി. ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഗാർഡിയൻസ് ഇപ്പോൾ എൻ്റെ ഓഫീസ് ഇവിടെ തന്നെ വന്ന് കാത്തു കെട്ടി കിടക്കുകയാണ്. കുട്ടികളെയും കൊണ്ട് വരികയാണ്, കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ്. അതുവരെ അവർ കാത്തിരിക്കുകയാണ്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് വെച്ചാൽ കലാപരമായിട്ടുള്ള കുട്ടികൾക്ക് എങ്ങനെ എൻ്റർടൈൻമെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ സ്വഭാവത്തിൽ മറ്റുള്ള ചീത്തതായിട്ടുള്ള വശങ്ങളിൽ നിന്ന് അവർക്ക് മാറും. നല്ലൊരു മനസ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു കലാകാരന് ഒരിക്കലും ഒരു കൊലപാതകയാകാൻ പറ്റില്ല എന്ന് പണ്ട് കാലത്ത് പറഞ്ഞിരിക്കുന്നത് വളരെ സാറ്റിസ്ഫൈ ആയിട്ട് ഇപ്പോൾ കുട്ടികൾ നടത്തിക്കൊണ്ട് പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കീബോർഡോ അല്ലെങ്കിൽ ഒരു ഡ്രംസോ അല്ലെങ്കിൽ ഒരു വയലിനോ വായിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പഠിക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബ്രെയിനൊക്കെ വന്നിട്ട് ഉഷാറാവും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഡെവലപ്പ് ചെയ്യുന്നതല്ലാണ്ട് ഒരിക്കലും അത് ബോറടിക്കുന്ന ഒരവസ്ഥയിലേക്ക് കല ഒരിക്കലും പോകുന്നില്ല. കല എപ്പോഴും മനസ്സിന് സന്തോഷം, സംതൃപ്തി നൽകുകയുള്ളൂ. ആ സംതൃപ്തിയും സന്തോഷം കൊണ്ട് കുട്ടികൾ കൂടുതൽ പഠിക്കാനും കൂടുതൽ ടെൻഷൻസ് മറ്റുള്ള ചിന്തകളിലേക്ക് അവരുടെ മനസ്സ് പോകാണ്ട് ഫ്രീ ഓഫ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വളരെയധികം ഈ കല ഉപകരിക്കുന്നത്. ഞാൻ ഇവിടെ വധിക്കുന്ന ഗാർഡിയൻസിൻ്റെയും കുട്ടികളുടെയും അതിന് റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. എനിക്ക് ഇത് തുടങ്ങിയ അവസരത്തിൽ ഈ വെഞ്ചർ തുടങ്ങിയ അവസരത്തിൽ നാട്ടിൽ നിന്നും റിലേറ്റീവ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ വളരെയധികം എൻ്റെ ഫ്രണ്ട്സൊക്കെ വളരെയധികം എതിർത്തിരുന്നതാണ്. എനിക്ക് തലയ്ക്ക് സുഖമില്ലാണ്ടാണ് ഗാനമേളയും ഇതൊന്നും കൊണ്ടുനടന്നിട്ടൊന്നും ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ശരിയാണ്. ഗാനം